ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദയെയും അതുപോലെ ഗൗതത്തിനെയും തമ്മിൽ തെറ്റിക്കാമെന്നും നന്ദയെക്കുറിച്ചുള്ള അനാവശ്യ കാര്യങ്ങളെല്ലാം പറഞ്ഞ് എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കാമെന്നൊക്കെ വിചാരിച്ച് ഒരുപാടങ്ങ് പണിപ്പെട്ടതായിരുന്നു പിങ്കിയും പിങ്കിയുടെ കൂട്ടുകാരിയും കൂടി. പക്ഷേ ഈശ്വരൻ നന്ദയുടെ കൂടെ ആയതുകൊണ്ട് എല്ലാം പൊട്ടി പാളീസായെന്ന് പറയാം. അങ്ങനത്തെ എല്ലാവരും കൂടെ ചേർന്ന് കാണിച്ചു കൂട്ടിയതിനൊക്കെയുള്ളത് നമ്മുടെ ഗൗതത്തിൻ്റെ മിടുക്കനായ ഉദ്യോഗസ്ഥരും കൂടെ ചേർന്ന് അങ്ങ് പൊക്കി. മിഥുനെ തട്ടിക്കൊണ്ടു പോയതും മിഥുനെ പൂട്ടിയിട്ടതും ഒന്നും പോലീസല്ല എന്ന് നന്ദയുടെ മുന്നിൽ വെച്ച് തന്നെ നമ്മുടെ ഗൗതം തെളിയിച്ചു. ഇത്രയും നാളായിട്ടും ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും ഒന്നും പ്രതികരിക്കാതിരുന്ന നമ്മുടെ ഗൗതം ഇത്തവണ പ്രതികരിക്കാൻ തീരുമാനിച്ചു. യഥാർത്ഥ ആളെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ, അതായത് ഈ ഗുണ്ടകളെയെല്ലാം ഏർപ്പാടാക്കി ഇത്രയും സെറ്റപ്പുകളൊക്കെ ആക്കി വെച്ചത് ആ ഒരു വ്യക്തിയാണെന്ന് അറിഞ്ഞതോടുകൂടി നമ്മുടെ ഗൗതം ശരിക്കും ദേഷ്യത്തിലാണ്. അത് വേറെ ആരുമല്ല, സാന്ദ്രയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ നന്ദയും ഞെട്ടി. നന്ദയെ കൊണ്ട് സാന്ദ്രയുടെ കരണക്കുറ്റിക്ക് വരെ അടുപ്പിച്ചു നമ്മുടെ ഗൗതം. അതിനുശേഷം 7 വർഷം വരെ തടവ് കിട്ടുന്ന ഒരു ശിക്ഷയാണ് നീ ചെയ്തതെന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ ഗൗതത്തിൻ്റെ കാലേ വീണ് കരഞ്ഞ് പുള്ളിക്കാരിയോട്, നിന്നെ ഞാൻ ഇതിനു മുമ്പും വാൺ ചെയ്ത് വിട്ടതാണ്, ഇനി നീ എൻ്റെ മുന്നിലൊന്നും പറയണ്ടെന്ന് പറഞ്ഞ് കീഴുദ്യോഗസ്ഥനായ അഖിലിനോട് ഇവരെ ലോക്കപ്പ് ചെയ്യാനായിട്ട് പറഞ്ഞു. അങ്ങനെ അവരെ ലോക്കപ്പിലേക്ക് കൊണ്ടുപോകുക. ഈ സമയത്ത് നമ്മുടെ മിഥുനും അതുപോലെ നന്ദയും ഗൗതം ഒക്കെ ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. ഇപ്പം ഗൗതം നന്ദയോട് ചോദിച്ചു, ഇപ്പോൾ വിശ്വാസമായില്ലേ, സന്തോഷമായില്ലേ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഗൗതം സാർ എന്നോട് ക്ഷമിക്കണം എന്നും പറഞ്ഞു പോയ കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ നന്ദ ഗൗതത്തിനോട് ആ ഒരു ക്ഷമ ചോദിക്കാം. അപ്പം താനെന്തിനാ എന്നോട് ക്ഷമ ചോദിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ ക്ഷമ ചോദിക്കേണ്ടത് മിഥുനോടല്ലേ എന്ന് ചോദിച്ചു. മിഥുൻ, ഐ എം വെരി സോറി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗൗതം ഇങ്ങനെ പറയാം. അപ്പോൾ സാർ എന്നോട് ക്ഷമ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല, സാർ ഇതിലൊരു തെറ്റും ചെയ്ത ആളല്ലല്ലോ, ചതിക്കാൻ വേണ്ടി അവർ ചെയ്ത തെറ്റല്ലേ, അതിനുവേണ്ടി സാർ എന്തിനാ എന്നോട് ക്ഷമ ചോദിക്കുന്നതെന്നൊക്കെ ചോദിച്ചു. അല്ല, നിങ്ങളുടെ ഒരുപാട് പ്രതീക്ഷയായിരുന്നല്ലോ, ഒരുപാട് ദിവസത്തെ കഷ്ടപ്പാടായിരുന്നില്ലേ, അതൊന്നും ഫലം കണ്ടില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ പതിവുള്ള കാര്യങ്ങളല്ലേ സാർ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ടെന്ന് പറഞ്ഞു. പിന്നെ നന്ദയോട് ഗൗതം പറഞ്ഞു, ഇനിയെങ്കിലും സത്യം അറിയാതെ തൻ്റെ ഈ എടുത്തുചാട്ടം ഉണ്ടല്ലോ അതിച്ചിരി ഒന്ന് കുറച്ചാൽ നന്നായിരിക്കും കേട്ടോ എന്നും പറഞ്ഞ് ഗൗതം നന്ദയോട്, ഞാൻ പെട്ടെന്നുള്ള ആ ഒരു സങ്കടത്തിൽ ദേഷ്യത്തിലൊക്കെ പറഞ്ഞു പോയതാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാകും എന്ന് നമ്മുടെ ഗൗതം നന്ദയോടും പറഞ്ഞു. അങ്ങനെ ഇവർ ആ കാര്യമൊക്കെ സംസാരിച്ചു കേട്ടോ. ഇവർ ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ച് അങ്ങനെ നന്ദയോ വീട്ടിലേക്ക് പറഞ്ഞു വിടാനായിട്ട് തുടങ്ങുന്നു. അതുപോലെ തന്നെ മിഥുനോടും പൊയ്ക്കോളാനായിട്ട് പറഞ്ഞു. ഇനിയിപ്പോൾ വേറെ ഫോർമാലിറ്റീസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, യഥാർത്ഥ പ്രതികളെ പിടി കിട്ടിയല്ലോ, അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അവിടെ ഇരിക്കേണ്ട കാര്യമില്ല, മിഥുൻ പൊയ്ക്കോളാൻ പറഞ്ഞു. പിന്നെ അവർ സംസാരിച്ച് അങ്ങനെ മിഥുൻ നന്ദയോടും ബായ് പറഞ്ഞങ്ങ് പോയി. ഇത് കഴിഞ്ഞപ്പോൾ ഗൗതവും നന്ദയും കൂടി വീണ്ടും അവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കാം. അപ്പോൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ തൻ്റെ ഗൗതം സാറിനോട് 1000 സോറി വീണ്ടും നന്ദ പറയുന്നുണ്ട്. സോറി എന്നും പറഞ്ഞു. എന്നോടിങ്ങനെ സോറി പറയേണ്ട കാര്യമില്ലടോ എന്നും പറഞ്ഞ് നമ്മുടെ ഗൗതം ഇങ്ങനെ നന്ദയോടും പറയുന്നുണ്ട്. അങ്ങനെ അവരെ തമ്മിൽ പിരിക്കാൻ നോക്കിയ ശത്രുക്കളുടെ മുന്നിൽ അവർ ഇരട്ടി പവറായിട്ട് അല്ലെങ്കിൽ ഇരട്ടി ഇഷ്ടത്തോടു കൂടി വീണ്ടും പുനർജനിച്ചു വന്നൊരവസ്ഥയായിപ്പോയി. ഇതേ സമയം നമ്മുടെ പിങ്കി വീട്ടിൽ ഊണില്ല, ഉറക്കമില്ല, നെഞ്ചെടുപ്പ് ഇങ്ങനെ ഒന്നിനൊന്നിന് കൂടിക്കൊണ്ടിരിക്കുന്നത്. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും എല്ലാം ഫ്ലോപ്പ് ആവുകയാണല്ലോ എന്നുള്ള ആ ഒരു ഇതിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ സാന്ദ്രയെ വിളിക്കണം, സാന്ദ്രയെ വിളിച്ചിട്ട് എന്തായെന്ന് അറിയണം, സാന്ദ്ര എവിടെയാണെന്ന് അറിയണം, അങ്ങനെയൊക്കെയുള്ളൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫോൺ എടുത്ത് സാന്ദ്രയെ വിളിച്ചു. ഈ സമയത്ത് സാന്ദ്രയെയും ബാക്കിയുള്ള ചേട്ടന്മാരെയും കൂടി ലോക്കപ്പ് ചെയ്യാനായിട്ട് അവർ കൊണ്ടുപോകുമായിരുന്നു, വനിതാ പോലീസും അതുപോലെ തന്നെ അഖിലൊക്കെ കൂടി ചേർന്ന്. അങ്ങനെ അവരങ്ങ് പോകുന്ന സമയത്ത് ഈ സാന്ദ്രയുടെ ഫോണിലേക്ക് ഗുണുഗുണാന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ടിരിക്കുക പിങ്കിയുടെ കോള് വരും, സാന്ദ്ര കട്ട് ചെയ്യും, വീണ്ടും പിങ്കി വിളിക്കും, കട്ട് ചെയ്യും, വീണ്ടും വിളിക്കും, കട്ട് ചെയ്യും. ഇവളെന്തെങ്ങനെ കട്ട് ചെയ്യുന്നത്, അവൾക്ക് ഇനി എന്തെങ്കിലും പ്രശ്നം പറ്റിയോ, ഇനി എന്തെങ്കിലും പ്രോബ്ലം ആയി കാണുമോ എന്നൊക്കെ പിങ്കി അവിടെ നിന്ന് ചിന്തിക്കുമ്പോൾ എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് അല്ലെങ്കിൽ എല്ലാത്തിനും എന്നെ പെടുത്തിയിട്ട് അവളിപ്പോൾ അവിടെ ഇരുന്ന് വിളിക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാന്ദ്ര ഇങ്ങനെ പറയണം. അപ്പോൾ സാന്ദ്രയുടെ ഫോണിൽ നിന്ന് കോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവരെന്ത് ചെയ്തു, ഈ പോലീസുകാരെ ഫോൺ അങ്ങ് സാന്ദ്രയുടെ കയ്യിൽ നിന്ന് മേടിച്ച് വെച്ചു. പിങ്കി വിളിച്ചത് അതും സാന്ദ്രയ്ക്ക് വിനയായി. കാരണം സാന്ദ്രയുടെ കയ്യിലുണ്ടായിരുന്ന ഫോൺ പോലീസുകാർ പിടിച്ചു വയ്ക്കുമ്പം ഇനി സാന്ദ്ര ഈ ഒരു അവസ്ഥയിലാണെന്ന് എങ്ങനെ ആരോട് വിളിച്ചു പറയും, അത് വിളിച്ചു പറയാൻ പോലുള്ളൊരു സാഹചര്യം അതുപോലെ നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് ശരിക്കും പെട്ടു. ഇനിയിപ്പോൾ സാന്ദ്രയെ ഇവർ വിടാതെ സാന്ദ്ര ഏത് അവസ്ഥയിലാണെന്ന് ആരെ അറിയിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരുന്നു. സാന്ദ്രയ്ക്കാണ് ടെൻഷനായി തുടങ്ങി, പേടിയായി തുടങ്ങി, സങ്കടമായി തുടങ്ങി, പറയാൻ പറ്റാത്തൊരു മാനസികാവസ്ഥയിലൂടെ സാന്ദ്ര കടന്നു വന്നു. വാടി ഇങ്ങോട്ടൊന്നും പറഞ്ഞുകൊണ്ട് വനിതാ പോലീസ് അന്നേരം വളരെ ദേഷ്യപ്പെട്ട് അങ്ങനെയൊക്കെ സംസാരിക്കുന്നു. എന്നിട്ട് പിടിച്ചു വലിച്ചു കൊണ്ടുപോയി അകത്താക്കി. അങ്ങനെ ഇവരെ എല്ലാവരെയും കൂടെ ചേർന്നതേ ആ ഒരു സെല്ലിലേക്ക് ഇട്ടു. സാന്ദ്രയാണെന്നുണ്ടെങ്കിൽ ആകെ സങ്കടപ്പെട്ട, സാർ എന്നെ പറഞ്ഞയക്കണം സാർ പ്ലീസ് ആണെന്ന് പറഞ്ഞ് കയ്യെ കാലേ പിടിക്കുന്നുണ്ട്. മര്യാദയ്ക്ക് അടങ്ങി കിടക്കടി
എന്നും പറഞ്ഞ് പോലീസുകാർ സാന്ദ്രയിട്ട് പേടിപ്പിക്കുന്നുമുണ്ട്. എന്തായാലും വെളുക്കാൻ തേച്ചത് പാണ്ടായെന്ന് പറയുന്നത് പോലെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലെല്ലാം തലയിട്ട് സാന്ദ്ര ഇപ്പോൾ ജയിലിൽ കിടക്കേണ്ട അവസ്ഥ വരെ വന്നു ഒരു കൂട്ടുകാരി കാരണം. പിങ്കി ആണെന്നുണ്ടെങ്കിൽ അവിടെ കിടന്ന് ഇങ്ങനെ വെപ്രാളം കൂടുക, പിങ്കിയുടെ മുഖത്തെ ഭാവമാറ്റങ്ങൾ. അപ്പോൾ ഇതിനകത്ത് കളിച്ചിരിക്കുന്നത് പിങ്കിയാണെന്ന് ഏത് പൊട്ടക്കണ്ണനും അറിയാം. അതുകൊണ്ട് തന്നെ നമ്മുടെ നന്ദ ഇങ്ങ് തിരിച്ചു വരുമ്പോൾ പിങ്കിക്ക് സുഖവഴി, അടിപൊളി സുഖവഴി. എന്തായാലും പിങ്കി ഇങ്ങനെ പേടിച്ച് വിറച്ചങ്ങനെ ഇരിക്കുക. ഓരോ ദിവസവും നന്ദയ്ക്ക് അടിമപ്പെട്ട് പിങ്കിയുടെ ജീവിതം വീണ്ടും വീണ്ടും ഇങ്ങനെ ബാക്കിയാക്കിക്കൊണ്ടേയിരിക്കുന്നു. ആ ഒരു സംഭവം കഴിഞ്ഞ് നന്ദ ഇങ്ങ് പോന്നു. പിങ്കി ഇവിടെ പേടിച്ച് വിറച്ച് ഒരു മൂലയ്ക്ക് ഒതുങ്ങി ഇങ്ങനെ ഇരിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ചിഞ്ചുമോളുടെ കേസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് സുഹാസിനെയും അതുപോലെ തന്നെ വസന്തിൻ്റെ പെങ്ങളെയും വിളിച്ചു വരുത്തി. അങ്ങനെ അവർ രണ്ടുപേരും കൂടി വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവർ ചിഞ്ചുമോളെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോൾ മാധുരിയോട് നമ്മുടെ ഗൗതം ആവർത്തിച്ചു പറഞ്ഞു, സുഹാസിൻ്റെ പെങ്ങളുടെ കുട്ടിയാണ് ചിഞ്ചുമോൾ എന്നുള്ള കാര്യം മാധുരി സമ്മതിച്ച് തന്നിട്ടുള്ള കാര്യമാണ്. അത് ഒരു കാരണവശാലും ഇനി മാറ്റി പറയത്തില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ സുഹാസിന് ഭയങ്കര സന്തോഷമായി. കാരണം കൊച്ചിനെ കിട്ടുമല്ലോ, അതുകൊണ്ട്. അങ്ങനെ മാധുരി ഇങ്ങനെ ഒന്നും മിണ്ടാതെ അങ്ങനെ ഇരിക്കുക. ഇനിയിപ്പോൾ മാധുരിക്ക് വേറൊന്നും പറയാനുള്ള വോയിസ് ഇല്ല. മാധുരിക്ക് പറയാനുള്ള സാഹചര്യങ്ങൾ ഞാൻ ഉണ്ടാക്കി തന്നതായിരുന്നു എന്ന കാര്യം പറഞ്ഞു, ഗൗതം പറഞ്ഞു. അപ്പോൾ മാധുരി ഇനി അത് മാറ്റി പറയേണ്ട കാര്യമൊന്നും വരുന്നില്ല സർ. കാരണം അന്ന് മിലിറ്ററി ഹോസ്പിറ്റലിൽ വെച്ച എൻ്റെ പെങ്ങള് ചിഞ്ചുമോളെ പ്രസവിച്ച ദിവസം പ്രസവിച്ചതിൻ്റെ ജനന സർട്ടിഫിക്കറ്റ് ആണിതെന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു പേപ്പർ ഗൗതത്തിൻ്റെ കയ്യിലേക്ക് കൊടുത്തു സുഹാസ്. ഗൗതം വായിച്ച് നോക്കിയപ്പോൾ ശരിയാണ്, അത് പറഞ്ഞതെല്ലാം ശരിയാണ്. അപ്പോൾ സുഹാസിൻ്റെ പെങ്ങളുടെ കുട്ടിയാണ് ചിഞ്ചുമോള് എന്ന് ഗൗതത്തിനും മനസ്സിലായി. അങ്ങനെ ഗൗതം ആ ഒരു കാര്യം അവിടെ സമ്മതിച്ച് അങ്ങനെ ഇരിക്കുക. അപ്പോൾ സുഹാസിന് വളരെ ഹാപ്പി ആയല്ലോ. മാധുരിയോട് പറഞ്ഞു, ഇതെന്താ മാധുരി, മറ്റൊരാളുടെ കുട്ടിയെ കൈവശം വെക്കുന്നതിന് ഒരു മര്യാദയൊക്കെ ഇല്ലേ? അതുമാത്രമല്ല, അവകാശികളുള്ള കുട്ടിയെ തട്ടിയെടുത്ത് സ്വന്തം കയ്യിൽ കൊണ്ടു നടക്കുന്നത് അല്ലെങ്കിൽ സ്വന്തം കസ്റ്റഡിയിൽ വെക്കുന്നത് എത്ര വലിയ കുറ്റമാണെന്നറിയോ? അതിന് കിട്ടുന്ന ശിക്ഷ എന്താണെന്നറിയോ എന്നൊക്കെ മാധുരിയോട് ഇങ്ങനെ നമ്മുടെ ഗൗതം ചോദിച്ചപ്പോൾ മാധുരിക്ക് ടെൻഷനായി, മാധുരിക്ക് പേടിയായി. കാരണം വേറൊന്നുമല്ല, സ്വന്തം ഏട്ടൻ്റെ കുഞ്ഞിനെയാണ് ഇവർ തട്ടിക്കൊണ്ടു പോകാനായിട്ട് ശ്രമിക്കുന്നത്. സ്വന്തം കുഞ്ഞിനെ മറ്റൊരാൾക്ക് കൊടുത്തിട്ട് അതിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ട കാര്യം ഏട്ടനുണ്ടോ എന്ന് മാധുരി ഒരു നിമിഷത്തേക്ക് ചിന്തിച്ചു. മാധുരി അന്നേരം പേടിച്ച് വറച്ചിങ്ങനെ ഇരിക്കുക. അപ്പോൾ മാധുരിയുടെ മുഖത്തെ ഭാവമാറ്റങ്ങളൊക്കെ കണ്ടപ്പോൾ ഗൗതത്തിന് മനസ്സിലായി എന്തൊക്കെയോ കാര്യങ്ങളുണ്ടെന്ന്. ഗൗതം അന്നേരം ചോദിച്ചു, എന്താ മാധുരിക്ക് ഇനി എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ സുഹാസ് അവിടെ ഇരുന്ന് ഇങ്ങനെ ടെൻഷൻ അടിക്കുക. അപ്പോൾ സുഹാസ് പറഞ്ഞു, അവൾക്ക് പറയാനൊന്നും ഉണ്ടായിട്ടായിരിക്കത്തില്ല സർ, ചിഞ്ചുമോളെ പിരിയുന്നതിൻ്റെ സങ്കടമായിരിക്കും. ഒന്നുമില്ലെങ്കിലും ഇത്രയും നാളും ചിഞ്ചുമോൾ ഇവരോടൊപ്പം ആയിരുന്നല്ലോ. അപ്പോൾ ഇവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സുഹാസ് ഒന്നും പറയുന്നില്ല. തൻ്റെ പെങ്ങളുടെ ജീവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് താൻ കുഞ്ഞിനെ ചോദിക്കുന്നത് എന്നുള്ള കാര്യമാണ് സുഹാസ് പറയുന്നത്. അങ്ങനെ ഇവർ തമ്മിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, പ്ലീസ് സാർ, എനിക്ക് ഇനിയിപ്പോൾ ഒരുപാട് സമയമൊന്നും എൻ്റെ മുന്നിലില്ല, എനിക്ക് കുഞ്ഞിനെ പെങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കണം, അപ്പോൾ ഇതിനൊരു ഇത് വേണം സാർ, ഇതിനൊരു തീരുമാനമാക്കി തരണം എന്നും പറഞ്ഞ് സുഹാസ് ഇങ്ങനെ ഇരുന്ന് പറയണം. അപ്പോഴും മാധുരി ഇരുന്ന് ചിന്തിക്കുക, പറഞ്ഞാലോ കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞാലോ എന്നിങ്ങനെ ഇരുന്ന് ചിന്തിച്ച് കൂട്ടുക കേട്ടോ. അപ്പോൾ അങ്ങനെ പറഞ്ഞാലോ എന്നൊരു1000 വട്ടം ചിന്തിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞേക്കാം എന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ മാധുരി പറഞ്ഞു, എനിക്ക് സാറിനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സുഹാസിന് പേടിയായി. എന്താണ് മാധുരിക്ക് പറയാനുള്ളതെന്ന് ചോദിച്ചപ്പം അത് കുറച്ച് പേഴ്സണലായിട്ട് സംസാരിക്കണം എന്നും പറഞ്ഞ് മാധുരി പറയാം. പേഴ്സണൽ എങ്കിൽ പേഴ്സണൽ, വരൂ സംസാരിക്കാമെന്നുള്ളതായി നമ്മുടെ ഗൗതത്തിന്. ഗൗതം അന്നേരം ആ മാധുരിയായിട്ട് സംസാരിക്കാൻ വേണ്ടി പോകുന്നപ്പോൾ സുഹാസിനോട് അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. സുഹാസിന് മനസ്സിലായി ഇവള് മാറ്റി പറയാൻ പോണതാണെന്ന്. അങ്ങനെ ആ ചിഞ്ചുമോളുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനങ്ങളും കാര്യങ്ങളും ഒക്കെ ആകുന്നു. ഈ സമയത്ത് നമ്മുടെ നന്ദ നേരെ ഇന്ദീവരത്തിലേക്ക് വന്നിറങ്ങുന്ന നന്ദയെ കണ്ടപ്പോഴേക്കും പിങ്കിയുടെ കൈയും കാലും ഒക്കെ കൂട്ടമണി പോലെ കൂട്ടിയിടിക്കാൻ തുടങ്ങി, പേടിച്ചിട്ട്. നന്ദയാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് വരുന്നത്. അങ്ങനെ വളരെ ഹാപ്പി ആയെന്ന് പറഞ്ഞാൽ വളരെ ഹാപ്പി. അപ്പം മിഥുനാണ് നന്ദയെ കൊണ്ടുവിടുന്നത്. അപ്പോൾ നമ്മുടെ ഗൗതത്തിനോട് പറഞ്ഞിട്ടാണ് അവർ പോകുന്നത്. അപ്പോൾ മിഥുൻ ഡ്രോപ്പ് ചെയ്തോളാമെന്ന് പറഞ്ഞത് കൊണ്ട് ഇന്ദീവരത്തിലേക്ക് നമ്മുടെ നന്ദയെ മിഥുൻ തന്നെ കൊണ്ടുവന്നു. അപ്പം മിഥുനെ അകത്തേക്ക് വിളിച്ചു. അപ്പോൾ കയറുന്നില്ല എന്നും പറഞ്ഞ് മിഥുൻ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ വന്നിട്ട് പോകാമെന്നും പറഞ്ഞ് അതേ നമ്മുടെ നന്ദ മിഥുനെ കൂട്ടിക്കൊണ്ട് തന്നെ അകത്തേക്ക് കയറി ചെന്നപ്പോഴേക്ക് ലക്ഷ്മിയൊക്കെ ഇറങ്ങി വന്നു. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനും കാര്യങ്ങളെല്ലാം കണ്ട് നമ്മുടെ പിങ്കി പേടിച്ചു വിറച്ചിങ്ങനെ ഇരിക്കുക. എപ്പോൾ വേണമെങ്കിലും ഇവളിതിവിടെ എടുത്തിടും, പിടി വീഴും എന്നുള്ളൊരിതിൽ. അങ്ങനെ രസകരമായ രീതിയിൽ നല്ല സൂപ്പർ ഹിറ്റ് കഥയുമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വിശേഷം വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം.
കാണണം. ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ.